നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഭരണഘടനയാണോ RSS ആണോ ഗവർണർക്ക് പ്രധാനമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയ പതാകയാണ് ഭാരതാംബയെന്നും അതിനേക്കാൾ വലിയ ഒരു ഭാരതാംബയുമില്ലെന്നും പ്രഖ്യാപനം. RSS ചിഹ്നത്തിൽ വിളക്ക് തെളിയിക്കാൻ CPI മന്ത്രിമാരെ കിട്ടില്ല. ഭാരത് മാതാ കി ജയ് വിളിച്ച് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടു. സംസ്ഥാന മുട്ടുക്ക് ദേശീയ പതാക വന്ദന പരിപാടി. RSS ചിഹ്നങ്ങളെ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സേലത്ത് വാഹനാപകടത്തിൽ മരണമടഞ്ഞ നടൻ ഷൈൻ ടോമിന്റെ പിതാവ് മുണ്ടൂർ ചെറുവത്തൂർ വീട്ടിൽ ചാക്കോയുടെ സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 10:30 കർമ്മലമാത പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. മൃതദേഹം ഞായറാഴ്ച വൈകിട്ട് മുണ്ടൂരിലെ വസതിയിലെത്തിക്കും. ഷൈനും മാതാവും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഷൈനിന് ചൊവ്വാഴ്ച ശസ്ത്രക്രിയ നടത്തും. ഷൈൻ ടോമിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഷൈനിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്ന് മന്ത്രി. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ മഹാത്യാഗത്തിന്റെ സ്മരണയിൽ വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ. രാജ്യത്തിനെതിരായ അതിക്രമങ്ങളെ വെച്ചുമുറിപ്പിക്കാനാകില്ലെന്ന് പെരുന്നാൾ സന്ദേശങ്ങളിൽ ഇമാമുമാർ. ജീവിതത്തിന്റെ സമ്പൂർണ്ണ വിശുദ്ധിയും ഭൗതിക താല്പര്യങ്ങളെ വെടിയിലുമാണ് ബലിപ്പെരുന്നാൾ സന്ദേശമെന്ന് മെഡിക്കൽ കോളേജ് സാന്ത്വനം മഹൽ ഇമാം റാഷിദ് അദനി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മേഖല നിരന്തര അപകട ദുരന്ത കേന്ദ്രങ്ങൾ. ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് കണ്ണും പൂട്ടിയിരുന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം. അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനു സമീപം കേരള കർണാടക സർക്കാർ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കർണാടക RTC ബസ്സിന് പുറകിൽ KSRTC ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്ക്. സാരമായി പരിക്കേറ്റ 2 വനിതകൾ ഉൾപ്പെടെ 6 പേരെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്നത് റോഡിലെ ടാറിംഗ് പൂർത്തിയാകാത്ത സ്ഥലത്ത്. കർണാടക ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ അധികൃതർക്കെതിരെ വൻ പ്രതിഷേധം. വടക്കാഞ്ചേരി നഗരസഭയിലെ പുതുരുത്തിയിൽ നിന്ന് ഊർജ സംരക്ഷണത്തിന്റെ മഹനീയ വാർത്ത. അഴിമുഖം റോഡിലെ പാടശേഖരത്തോട് ചേർന്നുള്ള കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പൂർണ്ണമായും സൗരോർജത്തിൽ. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. 200ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് 4 കിണറുകളിൽ നിന്ന്. കഴിഞ്ഞ മാസം KSEBക്ക് കൈമാറിയത് 800 യൂണിറ്റ് വൈദ്യുതി. കുടിവെള്ള സമിതിക്ക് ലഭിക്കുക യൂണിറ്റിന് 3 രൂപ 9 പൈസ. മാതൃകാ പ്രവർത്തനം കൗൺസിലർ KT ജോയിയുടെ നേതൃത്വത്തിൽ. ആദ്യ പ്രസവത്തിന് പിന്നാലെ ഗുരുതര ശാരീരികാസ്വാസ്ഥ്യം. ആൺകുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെ 26-കാരി മരണമടഞ്ഞു. പഴയന്നൂർ സ്വദേശി അരുണിന്റെ ഭാര്യ രമ്യശ്രീയാണ് മരണമടഞ്ഞത്. യുവതിയെ സിസേറിയന് വിധേയമാക്കിയ മരത്തങ്കോടുള്ള സ്വകാര്യ ആശുപത്രിക്കെതിരെ ആരോപണങ്ങളുമായി ബന്ധുക്കൾ. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കുറ്റപ്പെടുത്തൽ. തുടർ ചികിത്സ നടത്തിയ പേരാമംഗലത്തെ ആശുപത്രി റിപ്പോർട്ടിൽ പ്രസവ ശസ്ത്രക്രിയയുടെ രക്തക്കുഴലുകൾ മുറിഞ്ഞതായി കണ്ടെത്തൽ. കുന്നംകുളം പോലീസ് കേസെടുത്തു. അപൂർവ ശസ്ത്രക്രിയയിൽ ചരിത്ര വിജയ നേട്ടവുമായി തൃശൂർ ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം. ASD ഡിവൈസ് ക്ലോഷർ ശസ്ത്രക്രിയ വൻ വിജയം.
ജന്മനാ ഹൃദയഭാഗത്തുണ്ടായ ദ്വാരം ഉപകരണം വെച്ച് അടച്ചു. ജനറൽ ആശുപത്രിയിൽ ഇതുവരെ നടന്നത് 3500ഓളം ഹൃദയ ശസ്ത്രക്രിയകൾ. അടാട്ട് ഐനിക്കാട് മുള്ളൂർക്കായലിൽ തലയിൽ ഹെൽമറ്റുമായി മൃതദേഹം. കല്ലാറ്റിൽ അയ്യപ്പന്റെ മകൻ 50കാരൻ പ്രസാദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കായലിൽ വീണതാണെന്ന് നിഗമനം. മൃതദേഹം കണ്ടെടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ. തോളൂരിൽ സംസ്ഥാന ലോട്ടറിയിലൂടെ ഭാഗ്യദേവത. കാരുണ്യ ലോട്ടറിയുടെ 1 കോടി രൂപ തോളൂർ സ്വദേശിക്ക്. കിണർ നിർമ്മാണ തൊഴിലാളി ഗോപിയാണ് കോടിപതി. ടിക്കറ്റ് വിറ്റത് കൈപ്പറമ്പ് ഇമാനുവേൽ ലോട്ടറി ഏജൻസി. വിൽപ്പന നടത്തിയത് വയോധിക. ദുബായിൽ അവധി ആഘോഷത്തിനിടെ ദുരന്തം. വേലൂർ സ്വദേശിയായ 29കാരൻ പ്രാണവായു ലഭിക്കാതെ മരണമടഞ്ഞു. സ്കൂബ ഡൈവിംഗിനിടെയായിരുന്നു അപകടം. ഒലക്കെങ്കിൽ പോളിന്റെ മകൻ ഐസക്കാണ് ദുരന്തത്തിനിരയായത്. ജുമേര ബീച്ചിലായിരുന്നു അപകടവും ദുരന്തവും. തെക്കുംകര പഞ്ചായത്തിലെ പറമ്പായി വാർഡിൽ പ്രവർത്തിക്കുന്ന മച്ചാട് വനിതാ കാർഷിക നഴ്സറിയുടെ ഭൂമിയെ ചൊല്ലി വൻ വിവാദം. വിവരാവകാശ രേഖ പ്രകാരമുള്ള ഒരേ ചോദ്യത്തിന് സർക്കാർ സ്ഥാപനങ്ങൾ നൽകിയത് 2 മറുപടി. റിസർവ് വനഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിവരാവകാശ രേഖ. തങ്ങളുടെ ഭൂമിയാണെന്ന് തെക്കുംകര പഞ്ചായത്ത്. വനഭൂമി കയ്യേറി നഴ്സറി ആരംഭിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി.